ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചോളത്തിൻ്റെ തൊലി കൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചോളത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളറാണിത്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു 4-5 ഡ്രോപ്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ തൊലി അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ശരിക്കും അതിലേക്ക് നന്നായിട്ട് മുക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഈ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമുള്ളതാണ്. നന്നായിട്ട് കളറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇത് ഉണക്കാൻ വെക്കണം. ഇതാ ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഓരോ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ശരിക്കും ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് ഒരു നൂല് കൊണ്ട് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ പൂവുണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. കുറച്ച് കോട്ടൺ കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചെടുത്ത് ഇതേപോലെ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം വേറൊരു പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ കോട്ടൺ പുറത്ത് കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലാകുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഇതേപോലെ. എന്നിട്ടൊരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ഓരോ പെറ്റൽസും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ആദ്യം തന്നെ 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അടുത്തത് വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കുറച്ച് താഴ്ത്തി വേണം വെച്ച് കൊടുക്കുക. എന്നിട്ട് നൂല് ചുറ്റി കൊടുക്കണം. ഇനി ഓരോന്നും അതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ആ 2 എണ്ണത്തിൻ്റെ ഇടയിലാണ് വരേണ്ടത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുത്ത് നൂല് കൊണ്ട് ഇതേപോലെ ചുറ്റി കൊടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. ഇനി ഓരോന്നും ഇതേപോലെ വെച്ചുകൊടുത്ത് നൂല് കൊണ്ട് ചുറ്റി കൊടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പെറ്റൽസ് വെച്ച് കൊടുക്കാം. ഞാനിത് ഇത്രയാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ നൂല് കൊണ്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ ഇവിടെ പച്ച കളറിൽ മുക്കിയെടുത്തതാണ്. 4 എണ്ണം ഇതേപോലെ ഇങ്ങനെ ചുറ്റിനും വെച്ച് കൊടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇവിടെ ഒരു ഇലയുടെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ചെടുത്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ഇതാ ഇതേപോലെ. ഇതാ ഇപ്പം നമ്മുടെ സ്റ്റിക്ക് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ 4 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.